ഒരു വലിയ കാടിൻ്റെയും പുഴയുടെയും ഒക്കെ നടുക്ക് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ അത് അടിപൊളിയായിരിക്കില്ലേ. അങ്ങനെ ഒരു റിസോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജാനേക്കാട് എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശമാണ് കേട്ടോ. ജാനേക്കാട് ഇപ്പം അത്യാവശ്യം ഫേമസ് ആയിക്കൊണ്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. മെയിനായിട്ട് ഇവിടെ കാടാണ്. കാടിൻ്റെ നടുവിലൂടെ ഒരു 5-6 കിലോമീറ്റർ ഒക്കെ നമുക്ക് നടക്കാം. അതിൻ്റെ നടുവിൽ ചെറിയ പാർക്കൊക്കെ ഉണ്ട്. ഈ ട്രെക്കിങ്ങും പിന്നെ ഈ കാടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ കാറൊക്കെ നിർത്തി നമ്മൾ ഇറങ്ങിട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്, മഴവിൽക്കാട് ഫോറസ്റ്റ് റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ്. പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ചെറിയൊരു ഇടവഴിയാണ്. ഈ ഇടവഴി വന്നെത്തുന്നത് ഈ ഒരു കവാടത്തിൻ്റെ മുമ്പിലാണ്. ഇവിടെ ഒരു 20 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി അല്ലാതെയും നമുക്ക് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിരിക്കാൻ, കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 20 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ 20 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ആക്കി നമുക്ക് തരും കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ റിസോർട്ടിൻ്റെ റൂമുകൾ. 6 റൂമുകളുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ആദ്യം തന്നെ പോയത് അവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്കാട്ടോ. കാരണം വൈകുന്നേരം ആയതുകൊണ്ട് നല്ലൊരു ചായ കുടിക്കാനുള്ള മൂഡിലായിരുന്നു. അപ്പോൾ 2 ചായയും ഫ്രഞ്ച് ഫ്രൈസും പക്കോടയൊക്കെ ഓർഡർ ചെയ്തു. ആ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ചായ കുടിക്കാൻ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ 2 പേരുടെ ടൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാട്ടോ. നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള എവിടെയെങ്കിലുമൊക്കെ പോകും, കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും, നല്ല ഫുഡൊക്കെ കഴിക്കാൻ തിരിച്ചു വരും. ഞങ്ങളുടെ ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് ദൂരെയൊന്നും ടൂർ പോകാത്ത 2 വ്യക്തികളാട്ടോ ഞങ്ങൾ 2 പേരും. അപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ ഈ ഒരു ഔട്ടിങ് മിസ്സാവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞുണ്ടായി എന്നുള്ളൊരു പേരിൽ എന്തിനാണ് നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുന്നതല്ലേ. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് പോകുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടി സന്തോഷമുണ്ട് മ്യൂക്കുട്ടിയുമായിട്ട് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പാർക്കുകളും നല്ല ഭംഗിയുള്ള നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കോ കേട്ടോ.